الحمد لله وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلى الله عليه وعلى آله وأصحابه وسلم تسليما كثيرا أما بعد فنسأل الله تبارك وتعالى أن يمن علينا بالعلم النافع والعمل الصالح ويرزقنا الإخلاص في القول والعمل. കൂടുതൽ പല കുടുംബങ്ങളിലും പുരുഷന്മാർ അഭിമുഖീകരിക്കുന്ന ഒരു വലിയൊരു പ്രശ്നമായിട്ട് നമ്മൾ കാണുന്നതാണ് മകൻ്റെ വിവാഹശേഷം ഉമ്മാൻ്റെ സ്വഭാവത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ. അത് വലിയ പ്രശ്നങ്ങളിലേക്ക് ചെന്നെത്തിക്കുന്ന പല രംഗങ്ങളും പതിവായി നമ്മൾ കാണാറുണ്ട്, പതിവായി കേൾക്കാറുണ്ട്. ഇത് എല്ലാ കാലത്തും തുടർന്നു വന്നിരുന്ന ഒരു പ്രശ്നമാണ്. അഥവാ ഭർത്താവിൻ്റെ ഉമ്മയും ഭർത്താവിൻ്റെ ഉമ്മ തമ്മിൽ മരുമകളുടെ പ്രശ്നം വളരെയധികം സങ്കീർണമായിട്ട് തുടർന്നു വരുന്നൊരു പ്രശ്നമാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ കാരണമായിട്ട് നമ്മൾ കാണുന്നത് പലപ്പോഴും വിവാഹത്തോട് അടുത്തുവരെ ഉമ്മ സ്വന്തം മകനോട് വളരെയധികം സ്നേഹത്തോടു കൂടി വളരെയധികം പരിഗണനയും പരിലാളനയും കൊടുത്തുകൊണ്ട് ജീവിച്ചു പോരുകയും പിന്നീട് പെട്ടെന്ന് വിവാഹശേഷം ഉമ്മാൻ്റെ സ്വഭാവത്തിൽ മാറ്റം വരികയാണ്. വല്ലാത്ത ഒരു ആത്മരോഷം അവർക്ക് പിടിപെടുന്ന ഒരു സാഹചര്യം ധാരാളമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. എന്താണ് ഇതിൻ്റെ കാരണം, ഇതിനുള്ള പരിഹാരം എന്താണെന്നുള്ളതാണ് ഇന്ന് നമ്മൾ ലളിതമായിട്ടൊന്ന് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഈ ഒരു പ്രശ്നം വിവാഹശേഷം ഉമ്മാൻ്റെ സ്വഭാവത്തിലുണ്ടാകുന്ന ഒരു വ്യത്യാസം, ഒരു രോഷം വരിക, ഒരു ഗൈറത്ത് എന്നാണ് അതിന് അറബിയിൽ പറയുക. ഇത് ഉദ്ദേശിക്കുന്നത്, ഈ ഒരു പദം ഉദ്ദേശിക്കുന്നത് ഒരാളുടെ ഏറ്റവും സ്വന്തമായൊരു കാര്യത്തിൽ മറ്റൊരാൾ കൈകടത്താൻ വരുന്ന സമയത്തുണ്ടാകുന്ന ഒരു രോഷത്തിനാണ് ഗൈറത്ത് എന്ന് പറയുക. മലയാളത്തിൽ അതിന് കൃത്യമായൊരു പദം എനിക്കറിയില്ല. ഈ ഒരു ഗൈറത്ത് കൂടുതലായിട്ട് നമ്മൾ കാണാറുണ്ട് വിവാഹശേഷം. ഇതിനുള്ള കാരണം പ്രത്യേകിച്ച് മകൻ ഉമ്മാൻ്റെ ആദ്യത്തെ മകനാവുകയോ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആ ഉമ്മ സ്നേഹിക്കുന്ന മകനാവുകയോ ചെയ്യുന്ന സമയത്ത് കൂടുതലായിട്ട് ഉണ്ടാവാറുണ്ട്. എന്താണ് ഇതിൻ്റെ കാരണം? ഉമ്മ എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും അറിയാം അവരുടെ സ്ഥാനം എത്രയാണെന്നുള്ളത്. ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അധികം കടപ്പാടുള്ള മനുഷ്യരുടെ കൂട്ടത്തിൽ ഏറ്റവും കടപ്പാടുള്ളത് സ്വന്തം ഉമ്മാനോടാണ്. അത് കഴിഞ്ഞിട്ട് മാത്രമാണ് പിതാവും ഭാര്യയും ഒക്കെ കടന്നു വരുന്നുള്ളൂ അല്ലേ? ഈ ഒരു കടപ്പാട് ഒരിക്കലും മുറിയാത്ത ഒരു ബന്ധവും കടപ്പാടുമാണത്. പ്രത്യേകിച്ച് ആ ഉമ്മയിൽ നിന്നാണ് ഈ ഒരു മകൻ ഉണ്ടായിട്ടുള്ളത്. ആ ഉമ്മയാണ് സംസാരിക്കാൻ പഠിപ്പിച്ചിട്ടുള്ളത്, എങ്ങനെ സംസാരിക്കണമെന്ന് പഠിപ്പിച്ചിട്ടുള്ളത്, എങ്ങനെ നടക്കാൻ പഠിപ്പിച്ചിട്ടുള്ളത് അല്ലേ? അങ്ങനെ വളർത്തിക്കൊണ്ടു വന്നിട്ടുള്ള ഒരു ഉമ്മ, അവർക്ക് പലപ്പോഴും അവരുടെ സ്നേഹത്തെക്കുറിച്ച് പ്രകടിപ്പിക്കാനോ അതിൻ്റെ ആഴത്തെക്കുറിച്ചും പരപ്പിനെ സംബന്ധിച്ചും അവരെത്രത്തോളം ത്യാഗം സഹിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് വർണ്ണിച്ചു തരാനോ ഉള്ള കഴിവ് ചിലപ്പോൾ അവർക്ക് ഉണ്ടായിക്കോണമെന്നില്ല. ചിലപ്പോൾ അവർക്ക് അതിനുള്ള
ഒരു സാഹിത്യപരമായിട്ടുള്ള കഴിവൊന്നും ഉണ്ടായിക്കൊള്ളുന്നില്ല. പക്ഷെ ഇതെല്ലാം അവര് അനുഭവിച്ചിട്ടുണ്ട്. അതെല്ലാം നമുക്ക് ചെയ്തു തന്നിട്ടുണ്ട് അവര്. നമ്മളത് മനസ്സിലാക്കുകയാണ് വേണ്ടത്. അപ്പൊ ആ ഉമ്മാന്റെ ജീവിതത്തിലേക്ക് ഒരു പെൺകുട്ടി കടന്നു വരികയാണ്. എന്നിട്ട് ആ ഉമ്മാന്റെ അധികാര പരിധിയിലേക്ക് കൈകടത്തുന്നുണ്ടോ എന്നുള്ളത് അവര് ഭയപ്പെടുകയാണ്. അവരുടെ സ്നേഹത്തിൽ നിന്ന് വലിയൊരു വിഹിതം തന്നെ ഈ ഒരു പെൺകുട്ടി കവർന്നെടുക്കുന്നുണ്ടോ എന്നുള്ളത് ആ ഒരു ഉമ്മ അങ്ങേയറ്റം ഭയപ്പെടുന്നുണ്ട്. അതിൽ നിന്ന് ഉണ്ടാകുന്നതാണ് ഈ ഒരു ഗൈറത്ത് എന്നുള്ളത്. ഇതൊരു വളരെയധികം നമ്മൾ പുരുഷന്മാര് വളരെയധികം ശ്രദ്ധയോടുകൂടി സമീപിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. അതല്ലാതെ ഇരുന്നു കഴിഞ്ഞാൽ ഇതൊരു വലിയ ഒരു കുടുംബപരമായ ഒരു തകർച്ചയിലേക്ക് എത്താൻ കാരണമാകുന്ന ഒരു വിഷയമാണ്. ചിലപ്പോൾ അത് വിവാഹം വേർപെട്ടു പോകുന്നതിലേക്ക് എത്തിക്കുന്ന ഒരു വിഷയമാണത്. അപ്പോ എന്താണ് ഈ ഒരു ഗൈറത്തിന്? ഇങ്ങനെ ഉമ്മ വിവാഹശേഷം അവരുടെ സ്വഭാവം മാറാനും അവരുടെ ഭാഗത്തുനിന്ന് ഈ ഒരു രോഷമുണ്ടാകാനുള്ള ഒരു കാരണം എന്താണ്? അതിനുള്ള കാരണങ്ങൾ എന്താണ് നമുക്ക് ആദ്യം പരിശോധിക്കാം. അപ്പൊ നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് ഇങ്ങനെ ഒരു ഗൈറത്ത് ഉണ്ടോ എന്നുള്ള കാര്യം നമ്മൾ കണ്ടെത്തുകയാണ് വേണ്ടത്. അതിനുള്ള കാരണമായിട്ടുണ്ടാവുന്നത് എന്തായിരിക്കാം? ഒന്നുകിൽ ഈ ഒരു മകൻ വിവാഹശേഷം ഭാര്യയെ കൂടുതലായിട്ട് പരിഗണിക്കുകയും സ്വന്തം ഉമ്മാനോടുള്ള നേരത്തെ ഉണ്ടായിരുന്ന ആ ഒരു പരിഗണനയും സ്നേഹത്തിലും വളരെയധികം ഇടിവ് വരുത്തുകയും ചെയ്തു കഴിഞ്ഞാൽ അത് അവരെ സംബന്ധിച്ചിടത്തോളം, ഉമ്മാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ മനസ്സ് തകർത്ത് കളയുന്ന ഒരു കാര്യമാണ്. ചിലപ്പോൾ ഇത് നമ്മൾ ചിന്തിക്കുന്നുണ്ടാവില്ല. ഉമ്മ ചിലപ്പോൾ ഈ ഒരു കാര്യങ്ങളെല്ലാം നമുക്ക് വിവരിച്ചു തരാൻ അവർക്ക് അറിയണ്ടാവില്ല അല്ലേ? പക്ഷെ അവരുടെ മനസ്സ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മെ ഈ തരത്തിൽ വളർത്തിക്കൊണ്ടുവന്നിട്ടുള്ള ഈ ഒരു സ്വന്തം ഉമ്മ, അവരെക്കാളും നമുക്ക് കടപ്പാടുള്ള ആരും തന്നെ ഇല്ല അല്ലേ? ആ ഉമ്മാനെക്കാളും കൂടുതൽ ഇന്നലെ വന്നിട്ടുള്ള ഒരു പെണ്ണിനെ അവരെക്കാളും കൂടുതൽ നമ്മൾ പരിഗണന കൊടുക്കുക, ഉമ്മാനെ ഒരു സൈഡാക്കി കളയുക എന്ന് പറയുന്ന ഒരു കാര്യം, ഇത് ഉമ്മയിൽ വളരെയധികം മാറ്റങ്ങൾ സൃഷ്ടിക്കും. ഉമ്മാന്റെ മനസ്സ് തകർക്കും. ഉമ്മയിൽ ഈ ഒരു ഗൈറത്ത് അതിന്റെ മുളകൾ മുളപ്പിക്കുമെന്നതാണ്. രണ്ടാമത്തെ ചിലപ്പോൾ എന്തായിരിക്കും, ഉമ്മാനോടുള്ള കടപ്പാടില് വീഴ്ചകളൊന്നും വരുത്തിയിട്ടുണ്ടാവില്ല മകൻ. പക്ഷേ ഉമ്മ സ്വന്തം നിലക്ക് തന്നെ കുറച്ച് ഈ തരത്തിലുള്ള ഒരു ഗൈറത്തുള്ള ഒരു സ്ത്രീ ആയിരിക്കും. ഒരു ഗൈറത്തിൽ, സ്വഭാവപരമായിട്ടൊരു ഗൈറത്തുള്ള സ്ത്രീകൾ ധാരാളമുണ്ട്. അപ്പൊ ആ ഒരു സ്വന്തം മകന്റെ സ്നേഹത്തിന് ഞാനാണ് കൂടുതൽ യോഗ്യയായിട്ടുള്ളത്, ഈ ഒരു മകന്റെ ഭാര്യ ആ ഒരു സ്നേഹം കവർന്നെടുത്തിട്ടുണ്ട് എന്നുള്ള ഒരു തോന്നല്. അതല്ലെങ്കിൽ സ്വന്തം ആ ഒരു ഉമ്മാനേക്കാളും കൂടുതൽ ചില ഗുണങ്ങൾ ഈ പുതുതായി വന്നിട്ടുള്ള പെൺകുട്ടിയായിട്ടുള്ള ഈ മകന്റെ ഭാര്യയിൽ ഉണ്ടായിത്തീരുക. ഉദാഹരണമായിട്ട് കൂടുതൽ നന്നായിട്ട് ഭക്ഷണം പാകം ചെയ്യാൻ അറിയുക, അതല്ലെങ്കിൽ കൂടുതൽ സൗന്ദര്യം ഉണ്ടാവുക, അല്ലെങ്കിൽ കൂടുതൽ സംസാരിക്കാനും ഇടപഴകാനും ഒക്കെ കഴിയുന്ന ഒരു പെണ്ണായിരിക്കുക. ഇതെല്ലാം അവരെ സംബന്ധിച്ചിടത്തോളം, ഉമ്മയെ സംബന്ധിച്ചിടത്തോളം പേടിയുളവാക്കുന്ന ഒരു കാര്യമാണ് അല്ലേ? അപ്പോ ഇതെല്ലാം ഉമ്മയിലുണ്ടാകുന്ന ഒരു സ്വഭാവ മാറ്റത്തിന് കാരണമാക്കി തീർക്കുന്ന കാര്യമാണ്. മറ്റൊരു വലിയ പ്രശ്നമാണ് നമ്മുടെ നാട്ടുനടപ്പ് എന്ന് പറയുന്നത്. നാട്ടുനടപ്പിലുള്ളത് എന്താണ്? മകന്റെ ഭാര്യ
അത് വീട്ടിലെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊള്ളണം. ഈ ഉമ്മാന്റെയും അതുപോലെ തന്നെ ഭർത്താവിന്റെ ഉപ്പാന്റെയും എല്ലാ കാര്യങ്ങളും നോക്കിക്കൊള്ളണം എന്നുള്ള ഒരു നാട്ടു നടപ്പുണ്ട്, ഒരു ചിന്താഗതി നമ്മുടെ നാട്ടിലുണ്ട്. അത് തീർച്ചയായിട്ടും തെറ്റായിട്ടുള്ളതാണ്. മകന്റെ ഭാര്യയെ സംബന്ധിച്ചിടത്തോളം ഭർത്താവിന്റെ മാതാപിതാക്കളുടെ കാര്യങ്ങൾ നോക്കേണ്ട, അവർക്ക് അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക, അവരെ ശുദ്ധീകരിച്ച് അവരെ കുളിപ്പിക്കുകയും അവരുടെ കാര്യങ്ങളൊക്കെ നോക്കുക എന്ന് പറയുന്നത് മകന്റെ ഭാര്യയെ സംബന്ധിച്ചിടത്തോളം ബാധ്യതയുള്ള കാര്യമല്ല. അത് ദീനുൽ ഇസ്ലാമില് അങ്ങനെ ഒരു കടപ്പാട് മകന്റെ ഭാര്യക്കുള്ളതായിട്ട് എവിടെയും പറഞ്ഞിട്ടില്ല. മറിച്ച് ഉലമാക്കൾ എല്ലാവരും തന്നെ ഒന്നടങ്കം പറഞ്ഞിട്ടുള്ളത് എന്താണ്? മകന്റെ ഭാര്യയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ബാധ്യതയായിട്ടുള്ളത് ഭർത്താവിനെ നോക്കുക, ഭർത്താവിനോടുള്ള കടമകൾ വീട്ടുക എന്നുള്ളതാണ്. അതല്ലാതെ ഭർത്താവിന്റെ മാതാപിതാക്കളെ അവരെ ജീവിതകാലം മുഴുവൻ പോറ്റുക എന്നുള്ളത്, ജീവിതകാലം മുഴുവൻ അവർക്ക് വേണ്ടി ജീവിക്കുക എന്ന് പറയുന്നത് എവിടെയും പറഞ്ഞിട്ടുള്ള കാര്യമല്ല. അത് ഇസ്ലാമിലുള്ളതല്ല. പ്രത്യേകിച്ച് ആ ഒരു ചിന്താഗതി കടന്നു വന്നിട്ടുള്ളത് ഇന്ത്യയിലുള്ള മറ്റ് മതങ്ങളിൽ നിന്നാണ് കടന്നു വന്നിട്ടുള്ളത്. നമ്മുടെ ഇസ്ലാം ദീനിലുള്ള ഒരു കാര്യമല്ല. പക്ഷേ ഇത് പറയുന്നതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ്? ഒരു പെൺകുട്ടി പുതുതായി ഭാര്യയായിട്ട് കടന്നു വന്നിട്ടുള്ള ഒരു പെൺകുട്ടി ചെയ്യേണ്ടത് എന്താണ്? ആ മാതാപിതാക്കളെ അവർ സ്വന്തം നിലക്ക് തന്നെ ആ ഭർത്താവിന്റെ മാതാപിതാക്കളെ പരിഗണിക്കുകയും അവർക്ക് നന്മ ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യണത് അവർ ബാധ്യതയല്ല, മറിച്ച് അതൊരു ഭർത്താവിനോടുള്ള ഒരു കടപ്പാടായിട്ടും അതൊരു ഭർത്താവിന് കൂടുതൽ പ്രീതിപ്പെടുത്താനും ഒക്കെയുള്ള ഒരു മാർഗമായിട്ട് അത് ചെയ്യേണ്ടത്. പ്രത്യേകിച്ച് ഈ ഒരു ഭർത്താവ് ഉണ്ടായിത്തീരാൻ കാരണമായിട്ടുള്ള രണ്ടാളുകളാണ് മാതാപിതാക്കള്. അപ്പൊ അവരെ പരിഗണിക്കുകയും അവരെ നല്ല നിലക്ക് അവരോട് നിൽക്കുകയും ചെയ്യുക എന്നുള്ളത് നല്ലൊരു കാര്യമാണ്. അത് ചെയ്യേണ്ടതാണ്. ചിലപ്പോ ഈ ഒരു ഉമ്മയിലുണ്ടായിട്ടുള്ള ഈ ഒരു പ്രശ്നത്തിന് കാരണമായിട്ടുണ്ടാവുക ഭാര്യ ആയിരിക്കും. ഈ പുതുതായി കടന്നു വന്നിട്ടുള്ളൊരു ഈ ഒരു സ്ത്രീ ആയിരിക്കാം. കാരണം കടന്നു വന്നത് ഉടനെ തന്നെ ഭർത്താവിനെ കൈപ്പിടിയിൽ ഒതുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്താണ്. ചില സ്ത്രീകൾ ഇന്ന് ആധുനിക കാലത്തുള്ള ഒരുപാട് സ്ത്രീകൾ, കൂടുതൽ സ്ത്രീകളും അങ്ങനെ തന്നെയാണ് ഭർത്താവിനെ തൻ്റെ കീഴിൽ കൊണ്ടുവരിക എന്നുള്ളത്. അങ്ങനെ ഭർത്താവ് എവിടെ പോകുന്നുണ്ടെങ്കിലും എന്നെയും കൂട്ടണം. അതുപോലെ തന്നെ ഈ ഒരുപാട് ഭാരിച്ച ആവശ്യങ്ങൾ ഭർത്താവിന് മുമ്പിൽ വെക്കുക. വസ്ത്രങ്ങളാകട്ടെ, ഭക്ഷണമാകട്ടെ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇങ്ങനെ ഭർത്താവിനെ പൂർണ്ണമായിട്ടും തൻ്റെ കീഴിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നത് അത് പ്രത്യേകിച്ച് ഒരു കുടുംബപരമായിട്ട് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കി തീർക്കുന്ന കാര്യമാണ്. കാരണം ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം ഭർത്താവിന് ഉമ്മുണ്ട്, ഭർത്താവിന് ഉപ്പുണ്ട്, സഹോദരന്മാരുണ്ട്, മറ്റൊരുപാട് ബാധ്യതകളുണ്ട്. അതെല്ലാം മാറ്റിവെച്ച് എൻ്റെത് മാത്രമാകണം എന്നുള്ള ഒരു ചിന്താഗതി ഇന്ന് എന്ത് ചെയ്യുന്നുണ്ട്? ധാരാളമായിട്ടുണ്ട്. ഇത് ഉമ്മാന്റെ മനസ്സ് തകർക്കുന്ന ഒരു കാര്യമാണ്. ഇത് ഒരു കടന്നു വരുന്ന പെൺകുട്ടികൾ ചിന്തിക്കേണ്ട, അവര് അള്ളാഹുവിനെ ഭയപ്പെടേണ്ട വിഷയമാണിത്, അല്ലേ? എന്നാൽ ഇത് പറയുന്നതോടൊപ്പം തന്നെ പറയേണ്ട ഒരു കാര്യമാണ്, ഇന്ന് അധിക പുരുഷന്മാരും അധിക യുവാക്കളും ഒരു വിവാഹം കഴിഞ്ഞാൽ ഒരു അന്ധത ബാധിക്കുകയാണ്. എല്ലാം മറന്നു പോവാണ്. മറ്റ് ബാധ്യതകളാകട്ടെ, മറ്റ് ഹുഖൂഖുകളെല്ലാം മറന്നു പോവാണ്. ഭാര്യയുടെ ഈ ഒരു പരിഗണനയും അവളോട് ഉള്ള സ്നേഹം ഒരു ഷഹവത്ത് കലർന്നിട്ടുള്ള സ്നേഹമാണ്, അല്ലേ? ആ ഒരു സ്നേഹത്തിന് മുമ്പിൽ എല്ലാം മറന്നു പോവുകയാണ്. എല്ലാവരെയും ഉപേക്ഷിക്കുകയാണ് മനസ്സുകൊണ്ട്. ഇതൊരു വലിയ പ്രശ്നം തന്നെയാണ്. ഇത് ആണ് കൂടുതലായിട്ടും
ഉമ്മാൻ്റെ സ്വഭാവത്തിൽ ഉമ്മാൻ്റെ ഈ രോഷത്തിന് കാരണമായി തീർക്കുന്ന കാര്യം. ചില സ്ത്രീകൾ ഇത് ഭർത്താവിനെ എന്താണ് സ്വന്തം എന്താണ് കൈക്കുള്ളിൽ ഒതുക്കുക എന്നുള്ളതിന് അപ്പുറത്തേക്ക് ഉമ്മാൻ്റെ സ്വന്തം ഭർത്താവിൻ്റെ ഉമ്മാനെ സംബന്ധിച്ച് പതിവായി പരാതി പറയുക, എങ്ങനെയെങ്കിലും ഭർത്താവിനെ സ്വന്തം ഉമ്മയിൽ നിന്നും അകറ്റി നിർത്താൻ വേണ്ടിയിട്ടുള്ള അറിയാതെയുള്ള എന്താണ് ശ്രമങ്ങൾ എന്താണ് സ്ത്രീകളുടെ ഭാഗത്ത് നിന്ന് ധാരാളമായിട്ടുണ്ട് അല്ലേ. എപ്പോഴും ഉമ്മാനെ ഒരു എന്താണ് ഒരു വളരെ എന്താണ് ഒരു മോശം സ്ത്രീയായിട്ട് അവതരിപ്പിക്കുക. ഇതെല്ലാം എന്താണ് ഇന്ന് ആധുനിക യുവാക്കൾ, കൂടുതൽ യുവാക്കൾ എന്താണ് ഇതൊക്കെ അങ്ങ് വിശ്വസിക്കുകയാണ്, അപ്പടങ്ങ് വിഴുങ്ങാണ് ചെയ്യുക. എന്നിട്ട് ഭാര്യയുടെ ഭാഗത്ത് നിൽക്കുകയാണ് ചെയ്യുക. എന്നിട്ട് മറ്റുള്ളവരെയൊക്കെ എന്താണ് ഒരു ശത്രുക്കളായിട്ട് അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്നൊക്കെ അകന്നു നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ട് അല്ലേ. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ യുവാക്കൾ ഒരിക്കലും ഭാര്യമാരെ ഉമ്മാനെ സംബന്ധിച്ച് മോശമായി സംസാരിക്കുന്നത് ശീലിപ്പിക്കാൻ പാടില്ല. എപ്പോഴും എന്താണ് ഉമ്മ ഇങ്ങനെയാണ്, നിങ്ങൾ ഉമ്മ ഇങ്ങനെയാണ് എന്ന് പറയാൻ ഒരിക്കലും അനുവദിക്കാൻ പാടില്ല. കാരണം എന്താണ്, ഉമ്മ എന്ന് പറയുന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പവിത്രമായിട്ടുള്ള ഒരു കാര്യമായിരിക്കണം. അപ്പം ഇങ്ങനെ ഉമ്മാനെക്കുറിച്ച് ഇപ്പോൾ പ്രത്യേകിച്ച് എന്താണ് കിടക്കുന്ന സമയത്തൊക്കെയാണ് പറയുക ഉമ്മ എന്താണ് ഇങ്ങനെയാണെന്നുള്ളത്. ഇതെല്ലാം ആ ഭാര്യയോടുള്ള സ്നേഹം, അതും ഒരു ഷഹ്വത്ത് കലർന്നിട്ടുള്ള ഒരു സ്നേഹമാണ്. അതിൻ്റെ ഇടയിൽ ഇതെല്ലാം അങ്ങ് വിശ്വസിച്ചു പോകുന്ന ഒരു പ്രവണത ധാരാളമാണ് അല്ലേ. ഇതൊരു പ്രകൃതിപരമായ ഒരു സംഗതിയാണ്. ഇപ്പോൾ ഇത് പറയുമ്പോൾ ഒരു സംഭവം ഓർമ്മ വരുന്നത്, മഹാനായിട്ടുള്ള ഇമാം അബ്ദുർ റസാഖ് അസ്സർആനി റഹിമഹുല്ലാഹ്, അദ്ദേഹം ഇമാം അഹ്മദ് ഇബ്നു ഹംബലിൻ്റെയും അതുപോലുള്ള മഹാരഥന്മാരായിട്ടുള്ള അയിമ്മത്തുകളുടെയൊക്കെ ഷേഖാണ്. അദ്ദേഹം ഒരു ദിവസം അദ്ദേഹത്തിന് ഒരുപാട് വിദ്യാർത്ഥികളുണ്ട്. അദ്ദേഹത്തിന് യമനിലെ വലിയ ആ കാലത്തെ ഏറ്റവും വലിയ പണ്ഡിതനാണ്. അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് അദ്ദേഹത്തിൻ്റെ വിദ്യാർത്ഥികൾ വന്ന് വാതിൽ മുട്ടാണ്. അദ്ദേഹം അന്ന് അവരുടെ അടുക്കലേക്ക് വന്നിട്ടില്ല, എന്താണെന്ന് അന്വേഷിച്ച് പോവുകയാണ്. വാതിൽ മുട്ടാണ്. ഒരുപാട് തവണ മുട്ടിയ അദ്ദേഹം പുറത്തു വരാതായപ്പോൾ ആ ഒരു എന്താണ് കുറേ നേരം വാതിൽ മുട്ടിയത് അദ്ദേഹത്തിന് വളരെയധികം എന്താണ് ബുദ്ധിമുട്ടുണ്ടാക്കി. അദ്ദേഹത്തിന് വളരെ ഡിസ്റ്റർബായിട്ട് അത് മാറുകയും അദ്ദേഹം ദേഷ്യം പിടിച്ചുകൊണ്ട് ഇവരുടെ അടുക്കലേക്ക് വന്നിട്ട് പറയണത്, 1 മാസം ഞാൻ നിങ്ങളെ തന്നെ വരില്ല എന്ന്. ശരിയാണ്, വാതിൽ മുട്ടുക എന്ന് പറയുന്നത് ഇത് നമ്മുടെ നാട്ടിൽ തീരെ മര്യാദ പാലിക്കാത്തൊരു വിഷയമാണ്. 3 പ്രാവശ്യം വാതിൽ മുട്ടി എന്നിട്ട് എന്താണ് തുറന്നിട്ടില്ലെങ്കിൽ ഇന്ന് കോളിംഗ് ബെല്ലാണ് 3 പ്രാവശ്യം. അത് കഴിഞ്ഞിട്ട് അവർ തുറന്നിട്ടില്ല തിരിച്ചു പോകണമെന്നാണ്. അവരെ സംബന്ധിച്ചിടത്തോളം വീട് എന്ന് പറയുന്നത് ഒരാളെ പ്രൈവസിയുടെ സ്ഥലമാണ്. അവിടെ അവർ പലതരത്തിലുള്ള കാര്യങ്ങളിലായിരിക്കും, ചുറ്റുപാടുകളിലായിരിക്കും. അതെല്ലാം നമ്മൾ മനസ്സിലാക്കണം. എങ്ങനെങ്കിലും പുറത്ത് ചാടിക്കണം എന്നുള്ള ഒരു ചിന്താഗതി എന്താണ്, അത് ഇസ്ലാമികപരമായിട്ട് ഇസ്ലാമിൻ്റെ മര്യാദക്ക് നേർവിപരീതമായിട്ടുള്ള കാര്യമാണ്. എന്ത് തന്നെയായാലും ഇദ്ദേഹത്തിന് ദേഷ്യം വന്നു. ഇദ്ദേഹം പറഞ്ഞു, ഞാൻ 1 മാസം നിങ്ങളുടെ അടുത്ത് ഇനി വരില്ല. ഇത് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം എന്താണ് സങ്കടകരമായിട്ടുള്ള ഒരു എന്താണ് കാര്യമായിരുന്നു. അവർ പല നിലക്കും അദ്ദേഹത്തെ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തി. അദ്ദേഹം ഈ വിദ്യാർത്ഥികൾ എന്ത് ചെയ്തു, ഇദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളുടെ അടുത്തേക്ക് പോയി അവരോട് പറഞ്ഞു, താങ്കൾ നിങ്ങൾ ഇമാം അബ്ദുർ റസാഖ് അസ്സർആനിയുടെ അടുത്ത് ഒന്ന് റെക്കമെൻഡ് ചെയ്യണം, ഞങ്ങളുടെ കാര്യമൊന്ന് പറഞ്ഞിട്ട്. അങ്ങനെ അവർ ചെയ്തു നോക്കി, പക്ഷെ അദ്ദേഹം സ്വീകരിച്ചില്ല. പിന്നെന്താണ്, അയൽവാസികളുടെ അടുത്തേക്ക് പോയി റെക്കമെൻഡ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു. അവരും സംസാരിച്ച് അദ്ദേഹം കേട്ടിട്ടില്ല. അങ്ങനെയുണ്ട്. പിറ്റേന്ന് രാവിലെ ആയ സമയത്തുണ്ട് ഇമാം അബ്ദുർ റസാഖ് അസ്സർആനി സാധാരണ വരുന്നതിനും നേരത്തെ മസ്ജിദിലേക്ക് ഹൽഖയിലേക്ക് എന്താണ് വരുന്നുണ്ട്, ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട്. എല്ലാവരും ഞെട്ടിപ്പോയി, ഇതെന്ത് സംഭവിച്ചതെന്ന് ആർക്കും അറിയില്ല. അദ്ദേഹം തല കുനിച്ചിട്ടാണ് വരുന്നത്. 1 മാസം ഞാൻ അങ്ങടുത്തേക്ക് വരില്ല എന്ന് പറഞ്ഞ ആള് പിറ്റേന്നുണ്ട് രാവിലെ
കൂടുതൽ നേരത്തെയായിട്ട് വരുന്നത്. എന്താന്ന് ചോദിച്ച സമയത്ത് എന്താണ് അതിനിടയിൽ എന്താണ് ഇവര് ആരും പറഞ്ഞു കേൾക്കാത്ത സമയത്ത് എന്താണ് ഭാര്യയുടെ അടുത്ത് ഒരുപാട്, ഇദ്ദേഹത്തിന്റെ ഭാര്യക്ക് ഒരുപാട് ഹദിയകളും ഗിഫ്റ്റുകളുമായിട്ട് കൊണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ഇദ്ദേഹം പറഞ്ഞതിന്റെ ലൈസ അശ്ശഫീഅ അല്ലദീ യജി ബില്ലിബാസ് ബിസ്സിയാബ്. ശുപാർശക്കാരെന്ന് പറഞ്ഞാൽ വസ്ത്രം ധരിച്ചു വരുന്നവരല്ല യഥാർത്ഥ ശുപാർശക്കാര്, മറിച്ച് ഇന്നമ അശ്ശഫീഅൽ ഉര്യാൻ, വസ്ത്രം ധരിക്കാതെ വരുന്നവരാണ് യഥാർത്ഥ ശുപാർശക്കാർ. അദ്ദേഹം ഉദ്ദേശിച്ചത് ആരെയാണ്? ഭാര്യയാണ്. അഥവാ ഭാര്യ ഒരു കാര്യം പുരുഷനോട് പറയുന്നത് പോലെ അല്ല മറ്റുള്ളവർ പറയുന്നത്. ഭാര്യ പറഞ്ഞാൽ ആരും അത് കേട്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ട്. അപ്പോ ഈ ഒരു വിഷയം, അഥവാ ഭാര്യയുടെ മുമ്പിൽ ഭാര്യ പറയുന്ന എന്തും വിശ്വസിച്ച് പോകാന്ന് പറയുന്ന ഒരു കാര്യം നമ്മുടെ യുവാക്കളുടെ ഇടയിൽ വളരെയധികം പ്രവണതയായിട്ടുള്ള ഒരു കാര്യമാണ്. ആ ഒരു കാരണത്താൽ സ്വന്തം ഉമ്മയിൽ നിന്ന് അകന്നു നിൽക്കുക എന്നുള്ള കാര്യം, ഇതെല്ലാമാണ് മേൽപ്പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് ഈ സ്വന്തം ഉമ്മയുടെ സ്വഭാവത്തിൽ ഉണ്ടാകുന്ന മാറ്റം ഈ ഒരു രോഷത്തിന് കാരണമാക്കി തീർക്കുന്ന കാര്യം. അപ്പോ വിവാഹം കഴിഞ്ഞാൽ പിന്നെ ഒരു അന്ധത ബാധിക്കുന്ന ഒരു അവസ്ഥ നമുക്കുണ്ടാവാൻ പാടില്ല. നമ്മളെല്ലാം, ഇത് നമ്മുടെ ജീവിതമാണ്. എല്ലാവർക്കും അവരുടേതായിട്ടുള്ള അവകാശങ്ങളും ആദരവും അവരുടെ അളവിനനുസരിച്ച് നമ്മൾ കൊടുക്കേണ്ടതുണ്ട് അല്ലേ? അപ്പോ ഈ തരത്തിലുള്ള അടയാളങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, ഉമ്മക്ക് എന്തുണ്ടായിട്ടുണ്ട്, രോഷമുണ്ടായിട്ടുണ്ട്, ഗൈറത്തുണ്ടായിട്ടുണ്ട് എന്നുള്ളത്. ഇത് ഉടനെ തന്നെ പരിഹരിച്ചിട്ടില്ലെങ്കിൽ പിന്നീട് അത് എന്താക്കി തീർക്കും? വലിയ പ്രതിസന്ധികളിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുക. കൂടുതൽ വിവാഹമോചനങ്ങൾ കാരണമായി തീരുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, ഈ ഒരു പ്രശ്നമാണ്. അപ്പോ ഇനി ഇതിന്റെ മറ്റു ചില നമ്മൾ ഈ ഒരു ഗൈറത്തിലേക്ക് എത്തിക്കുന്ന കാരണങ്ങളാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഈ ഗൈറത്തിന്റെ അടയാളങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം. ഉദാഹരണമായിട്ട് സ്വന്തം ഉമ്മ ഭാര്യയെ വേണ്ടതിനും വേണ്ടാത്തതിനുമായിട്ട് പതിവായിട്ട് ഇങ്ങനെ ആക്ഷേപിക്കുക എന്ന് പറയുന്നത്, ഇത് അവർക്ക് ഗൈറത്തുണ്ടായിരുന്ന തെളിവാണ്. അതല്ലെങ്കിൽ ഒരു മകൻ ഭാര്യയ്ക്ക് നല്ല കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയാണ്, അല്ലെങ്കിൽ ഭാര്യയുടെ കൂടെ യാത്ര ചെയ്യാണ് എവിടത്തേക്കെങ്കിലും, അല്ലെങ്കിൽ അവർ ഭാര്യയെ കൊണ്ട് ഭക്ഷണം കഴിക്കാൻ പോവാണ്, അല്ലെങ്കിൽ ഭാര്യക്ക് പുതിയ വസ്ത്രങ്ങൾ വാങ്ങിച്ചു കൊടുക്കുന്ന സമയത്ത്, ഇങ്ങനെ ഭാര്യക്ക് നല്ലത് ചെയ്യുന്ന സമയത്ത് ഉമ്മാന്റെ അവരുടെ മുഖഭാവം മാറുകയോ അവർക്ക് അതിൽ ദേഷ്യം ഉണ്ടാവുകയോ ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെയൊക്കെ അർത്ഥം ഉമ്മക്ക് രോഷമുണ്ട് എന്നുള്ളതാണ് അല്ലേ? അതല്ലെങ്കിൽ ഈ ഉമ്മന്റെ പെൺമക്കൾ വന്നു കഴിഞ്ഞാൽ ഈ പെൺകുട്ടിയെ സംബന്ധിച്ച് പരാതി പറയുക എന്നുള്ളത്, ഇങ്ങനെയൊക്കെയുള്ള കാരണങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്ക് മനസ്സിലാകാം സ്വന്തം ഉമ്മക്ക് ഗൈറത്ത് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത്. ഇതിനുള്ള പരിഹാരം എന്താണ്? ഒന്നാമത്തെ പരിഹാരം എന്ന് പറയുന്നത് ഈ ഒരു ഗൈറത്ത് ഉണ്ട് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയലാണ് ഒന്നാമത്തേത്. നമ്മളൊന്നും അറിയാതെ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാലാണ്, ഒന്നിനെ കുറിച്ചും ആലോചിക്കാതെ നിന്ന് കഴിഞ്ഞാൽ ആണ് എന്ത് ചെയ്യുക, എല്ലാം വഷളായി പോകുക, പിന്നെ കയ്യിൽ നിന്ന് പോകുക എന്നുള്ളത്. അപ്പോ പിന്നെ എന്താണ് ഈ ഒരു ഗൈറത്തിലേക്ക് എത്തിച്ച കാരണങ്ങളിൽ ഏതാണ് കാരണമായിട്ടുള്ളത് എന്ന് നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? പരിശോധിക്കേണ്ടതാണ്. പിന്നെ ആ കാരണം എന്താണെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ ആദ്യമായി ചെയ്യേണ്ടത് എന്താണ്? ആ കാരണങ്ങൾ, ഉമ്മക്ക് പ്രയാസമാക്കി തീർത്ത കാര്യങ്ങളൊക്കെ അതെല്ലാം മാറ്റി നിർത്തുക എന്ന് പറയുന്നതാണ് ഒന്നാമത്തത് അല്ലേ? ഏറ്റവും നല്ല ഒരു ചികിത്സ എന്ന് പറയുന്നത് രോഗത്തിലേക്ക് നയിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കലാണ്.
പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഉമ്മൻ്റെ ആ ഒരു ഹുഖൂഖ്, അവരുടെ കടപ്പാടുകളും അവരുടെ സ്ഥാനവും നമ്മൾ എപ്പോഴും തിരിച്ചറിയണം. കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അത് മറന്നു പോകാൻ പാടില്ല. അവരാണ് അള്ളാഹുവും റസൂലും കഴിഞ്ഞാൽ ഏറ്റവും നമുക്ക് കടപ്പാടുള്ള, നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ വ്യക്തി അവരാണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്, അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരാൾ വന്ന് ചോദിക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരാൾ വന്ന് ചോദിക്കുന്നത്? യാ റസൂലല്ലാഹ് മൻ അബർ, ഞാൻ ആരോടാണ് ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്നത്? അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞത് എന്താണ്? ഉമ്മക്ക്, നിന്റെ ഉമ്മാനോടാണെന്നാണ് പറഞ്ഞത്. പിന്നെയും ചോദിച്ചു, മൻ അബർ, ഞാൻ ആരോടാണ് ഇനി ഏറ്റവും കടപ്പെട്ടത്? വീണ്ടും പറഞ്ഞു ഉമ്മക്ക്. 3 പ്രാവശ്യം ആവർത്തിക്കുകയാണ് ചെയ്തിട്ടുള്ളത്, അല്ലേ? ഇവിടെ മറ്റൊരു ഹദീസ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന മറ്റൊരു ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ഒരാൾ വന്നുകൊണ്ട് ചോദിക്കുകയാണ്, എന്താണ്? ഇവിടെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് ഒരാൾ വന്ന് ചോദിക്കുകയാണ്, ഇന്നി ഖതബ്തു ഇംറഅതൻ ഫഅബത അൻ തൻകിഹനി വഖതബഹ ഗൈരി ഫഅഹബ്ബത അൻ തൻകിഹഹു. ഞാനൊരു സ്ത്രീയെ കല്യാണം ആലോചിച്ചു, പക്ഷെ അവര് എന്നെ കല്യാണം കഴിക്കാൻ വിസമ്മതിച്ചു. പിന്നീട് ആ സ്ത്രീയെ മറ്റൊരാൾ കല്യാണം ആലോചിച്ചു, അയാളെ കല്യാണം കഴിക്കാൻ അവള് സമ്മതിച്ചു. ഫഗർതു അലൈഹ, അവളോട് എനിക്ക് രോഷമുണ്ടായി. ഫഖതൽതു, ഞാൻ അവളെ കൊന്നു കളഞ്ഞു. ഇവിടെ ആലോചിക്കണം, കൊലപാതക കുറ്റാണ്. ഫഹൽ ലി മിൻ തൗബ, എനിക്ക് തൗബയുണ്ടോ എന്നാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് ഒരാൾ വന്ന് ചോദിക്കുന്നത്. അദ്ദേഹം ആദ്യമായി ചോദിച്ചത് എന്താണ്? ഹൽ ഉമ്മുക ഹയ്യ, നിന്റെ ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ എന്നുള്ളത്. അപ്പോ അദ്ദേഹം പറഞ്ഞു, ഇല്ല. ഖാല തുബ് ഇലല്ലാഹി അസ്സ വജൽ വതഖറബ ഇലൈഹി മസ്തതഅത്. ഇല്ല എന്ന് പറഞ്ഞപ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എങ്കിലും നീ അള്ളാഹുവിലേക്ക് തൗബ ചെയ്യുക, പരമാവധി അള്ളാഹുവിലേക്ക് സാലിഹായ അമലുകൾ കൊണ്ട് അടുക്കാൻ ശ്രമിക്കുക. അങ്ങനെ ഇബ്നു അബ്ബാസിനോട് ചോദിച്ചു, എന്തിനാണ് താങ്കൾ, റാബി ചോദിക്കുകയാണ്, എന്തിനാണ് താങ്കൾ എന്താണ് ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ചോദിച്ചത് എന്നാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഇന്നി ലാ അഅലമു അമലൻ അഖ്റബ ഇലല്ലാഹി അസ്സ വജൽ മിൻ ബിർറിൽ വാലിദ. അള്ളാഹുവിലേക്ക് ഉമ്മനോട് പുണ്യം പ്രവർത്തിക്കുന്നതിനേക്കാളും അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്ന ഒരു അമൽ എനിക്കറിയില്ല എന്നാണ് ഇബ്നു അബ്ബാസ് പറഞ്ഞത്. ഇത് ഇമാം ബുഖാരി അദ്ദേഹത്തിന്റെ അദബുൽ മുഫ്രദിൽ ഉദ്ധരിച്ചിട്ടുള്ള സഹീഹായ ഹദീസാണ്. അതുപോലെ തന്നെ ഇതേ ആശയത്തിൽ നിരവധി ഹദീസുകളാണ് വന്നിട്ടുള്ളത്, അല്ലേ? ഉദാഹരണമായിട്ട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്ന അദ്ദേഹം പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ കഴിയും, ലൗലാ ബിർറു ഉമ്മി, ഉമ്മാനോടുള്ള ബിർറില്ലായിരുന്നെങ്കിൽ, ഉമ്മാക്ക് പുണ്യം ചെയ്ത് ജീവിക്കുക എന്നുള്ള കാര്യമില്ലായിരുന്നെങ്കിൽ, വൽ ഹജ്ജും ഇല്ലായിരുന്നെങ്കിൽ, ലവദിത്തു അൻ അകൂന റജുലൻ മംലൂക്കൻ, ഒരു അടിമയായിട്ട് ജീവിക്കാനാണ് ഞാൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത് എന്ന്. അപ്പോൾ ഇതെല്ലാം ഇങ്ങനെയുള്ള നിരവധി ഹദീസുകൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഈ ഒരു അവരുടെ സ്ഥാനം നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്, അല്ലേ? പലപ്പോഴും ഉണ്ടാവുന്നത് എന്താണ്? നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സ്വന്തം ഭാര്യയുടെ ഇരയായി പോയിട്ടുണ്ടാകും ഭർത്താവ്. അവരായിരിക്കും ഈ ഒരു അകറ്റി നിർത്താൻ കാരണമായിട്ടുണ്ടാവുക. ആ ഒരു ഭാര്യയോടുള്ള ശഹ്വത്തും ആ ഒരു സ്നേഹവും കാരണത്താൽ ഇതൊന്നും കാണാതെ പോകുന്ന ഒരു സാഹചര്യം വരെയാണ്. ഇവിടെ നമ്മൾ പരിഹാരമായിട്ട് ചെയ്യേണ്ടത്, ഉമ്മാക്ക് ഗൈറത്തുണ്ടാവാൻ കാരണമായിട്ടുള്ള എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതിൽ നിന്നെല്ലാം നമ്മൾ മാറി നിൽക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് വിവാഹം കഴിഞ്ഞാലും ഉമ്മാനോടുള്ള സ്നേഹവും ആ പരിഗണനയും എല്ലാം നമ്മൾ എന്ത് ചെയ്യണം? നിലനിർത്തണം, കൂടുതലാക്കി തീർക്കണം എന്നാണ് പറയാനുള്ളൂ, അല്ലേ? ഇപ്പോൾ
സാധാരണഗതിയിൽ ഒരു മകൻ വീട്ടിലേക്ക് വന്നാൽ എന്താ ചെയ്യുക? ആദ്യം ഉമ്മാന്ന് വിളിക്കുക. അത് ഉമ്മാനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും എന്താണ് ഇഷ്ടമുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. വിവാഹം കഴിഞ്ഞാലോ അവിടെ നേരെ ഭാര്യേൻ്റെ പേരായിട്ട് വിളിക്കലുണ്ടാവുക. അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? ശ്രദ്ധിക്കേണ്ടതുണ്ട് അല്ലേ? സ്വന്തം ഉമ്മാൻ്റെ മുമ്പിൽ ഭാര്യയോടുള്ള സ്നേഹമോ ഭാര്യയോടുള്ള ആ ഒരു അമിതമായിട്ടുള്ള ഈ കാട്ടിക്കൂട്ടലുകളൊന്നും കാണിക്കാതിരിക്കേണ്ടതുണ്ട് അല്ലേ? അതെല്ലാം ആ രഹസ്യമായിട്ടുള്ള സ്ഥലങ്ങളിൽ മാത്രമാണ് ചെയ്യേണ്ടത്. ഉമ്മാൻ്റെ മുമ്പിൽ എന്താണ് ഉമ്മാക്ക് കൂടുതൽ ഉമ്മൻ്റെ സ്ഥാനമാണ് ഏറ്റവും ഉയർന്ന സ്ഥാനം, അതൊരു സംശയവുമില്ല. അത് നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? അവർക്ക് ധരിപ്പിച്ചു കൊടുക്കേണ്ടതുണ്ട്, അത് വെളിവാക്കി നമ്മൾ കാണിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് അല്ലേ? പലപ്പോഴും എന്താണ് ഭാര്യക്ക് വസ്ത്രങ്ങൾ വാങ്ങിക്കും, ഭാര്യക്ക് എന്താണ് ഭാര്യനെ കൊണ്ട് പലയിടത്തും പോകും. ഇതൊക്കെ ഉമ്മാനെ എന്താണ് മാറ്റി നിർത്തുന്ന ഒരു സാഹചര്യമാണുള്ളത് അല്ലേ? അപ്പോൾ അതെല്ലാം നമ്മൾ അങ്ങനെയുള്ള കാരണങ്ങളിൽ നിന്ന് പൂർണ്ണമായിട്ട് മാറി നിൽക്കേണ്ടതുണ്ട്. പിന്നെ ഭാര്യയും ഉമ്മയും തമ്മിലുള്ള ബന്ധം അത് ശക്തിപ്പെടുത്താനുള്ള കാരണങ്ങളിലേക്ക് നമ്മൾ ആ കാരണങ്ങൾ നമ്മൾ സ്വീകരിക്കേണ്ടതുണ്ട്. കൂടുതലായിട്ടും ഭാര്യയോട് ഉമ്മാനോട് നല്ല നിലക്ക് നിൽക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് വേണ്ടത് എന്താണ്? തവാദു ആണ്. ഉമ്മാൻ്റെ സ്ഥാനം എന്താണ്? കൂടുതൽ ഇസ്സത്തുള്ള ഉയർന്ന സ്ഥാനമാണ്. അവരുടെ ആ ഉമ്മാൻ്റെ മുമ്പിൽ എന്താണ് വിനയം കാണിക്കാൻ ഭാര്യയെ ശീലിപ്പിക്കേണ്ട കാര്യമാണ്. കാരണം ഉലമാക്കൾ വിനയത്തെ സംബന്ധിച്ച് തവാദുഅനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ള എന്താണ്? നിഅമത്തുൻ ലാ തുഹ്സദ്. ആരും അസൂയ വെക്കാത്തൊരു നിഅമത്തും ഒറ്റൊന്നു മാത്രമേ ഉള്ളൂ ദുനിയാവിൽ. എന്താണത്? ഒരനുഗ്രഹം. ആരും അസൂയ വെക്കാത്തത് അത് വിനയമാണ്. നമ്മളൊരു വിനയം കാണിക്കുമ്പോൾ നമ്മളോട് ആ വിനയത്തിൻ്റെ വിഷയത്തിൽ നമ്മളോട് ആരും അസൂയ കാണിക്കില്ല. എല്ലാവർക്കും അതിനോട് ഇഷ്ടം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഉമ്മാൻ്റെ മുമ്പിൽ കൂടുതൽ എന്താണ് ഭാര്യയോട് വിനയം കാണിക്കാൻ നമ്മൾ പഠിപ്പിക്കുകയും ശീലിപ്പിക്കുകയും വേണ്ട. മാത്രമല്ല ഉമ്മാൻ്റെ എന്താണ് ആവശ്യങ്ങളും ഒക്കെ എന്താണ് പൂർണ്ണമായിട്ട് നിറവേറ്റി കൊടുക്കുക അല്ലേ? അവർക്ക് കൂടുതലായിട്ട് അവരെ സമയം പൂർത്തീകരിച്ച് കൂടുതൽ കൊടുക്കേണ്ടതുണ്ട്. മാത്രമല്ല ഭാര്യയുടെയും മക്കളുടെയും മുമ്പിൽ ഉമ്മാൻ്റെ സ്ഥാനവും ഉമ്മാൻ്റെ എന്താണ് ഉമ്മ ചെയ്തിട്ടുള്ള നന്മകളെല്ലാം എടുത്തു പറയുകയും അവർക്ക് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യുന്ന സമയത്ത് ഉമ്മാനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ആശ്വാസം ഉണ്ടാകും. പ്രത്യേകിച്ച് ഉമ്മമാർക്കൊക്കെ നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ്. പക്ഷെ പലപ്പോഴും നമുക്ക് ആ വളരെ കുറച്ച് കാര്യങ്ങൾ പോലും ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ളത് ദുഃഖകരമായിട്ടുള്ളൊരു കാര്യമാണ് അല്ലേ? മാത്രമല്ല വളരെയധികം ഗൗരവമുള്ള കാര്യമാണ് എന്ത്? ഭാര്യയുടെ മുമ്പിൽ വെച്ചിട്ട് ഉമ്മാനോട് ഒരിക്കൽ പോലും എന്താണ് മോശമായി സംസാരിക്കാൻ പാടില്ല. അതല്ലെങ്കിൽ നിങ്ങൾ എന്താണ് അവരുടെ ഒരു അബദ്ധം എടുത്ത് പറയാനോ അവരുടെ ഒരു എന്താണ് കുഴപ്പമെടുത്ത് പറയാനോ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്ത് തെറ്റാണെന്നോ നിങ്ങൾ ശരിയല്ല എന്നോ ഇങ്ങനെയൊന്നും പറയാൻ ഒരിക്കലും പാടില്ല. ഭാര്യയുടെ മുമ്പിൽ തീരെ പാടില്ല എന്നുള്ളതാണ്. അവിടെ അതൊരു വലിയ പ്രശ്നമായിട്ട് മാറുകയാണ് ചെയ്യുക അല്ലേ? അപ്പോൾ ഉമ്മ ഇനി എന്ത് തന്നെ ചെയ്യട്ടെ, ഇനി എന്ത് കുറ്റങ്ങൾ ചെയ്താൽ പോലും ഉമ്മാൻ്റെ സ്ഥാനം ഉമ്മാനോടുള്ള എന്താണ് ഹക്ക് ഒരിക്കലും കുറയുകയില്ല എന്നുള്ളതാണ് അല്ലേ? അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ ഫലാ തഖുൽ ലഹുമ ഉഫ്, അവർ ഉഫ് എന്ന് പോലും പറയാൻ പാടില്ല, പ്രത്യേകിച്ച് ഭാര്യയുടെ മുമ്പിൽ വെച്ചിട്ട്. അപ്പോൾ അവർക്ക് എന്താണ് അങ്ങേയറ്റം അസൂയയും രോഷവും ഈഗോ ഉണ്ടാകും എന്നുള്ളതാണ്. പിന്നെ ഈ ഭാര്യക്ക് കൊടുക്കുന്ന അവർക്ക് വാങ്ങിച്ചു കൊടുക്കുന്ന വസ്ത്രങ്ങൾ, അവർക്ക് ഭാര്യക്ക് വാങ്ങിച്ചു കൊടുക്കുന്ന ഗിഫ്റ്റുകൾ, അതല്ലെങ്കിൽ അവളെയും വിളിച്ചുകൊണ്ട് പുറത്തേക്ക് പോകുന്നത്, ഭക്ഷണം കഴിക്കാൻ പോകുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം രഹസ്യമാക്കി വെക്കുക. എപ്പോഴും നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമാണെന്ത് അല്ലേ? യാക്കൂബ് അലൈഹിസ്സലാം യൂസുഫിനോട് പറഞ്ഞത് ഒരു കാര്യം, അത് നമ്മളൊരു തത്വമായിട്ട് നമ്മുടെ ജീവിതത്തിൽ
പാലിക്കേണ്ട ഒരു കാര്യമാണ് ലാ തഖ്സസ് റുയാക അലാ ഇഖ്വതിക്. ഈ ഒരു സ്വപ്നം നിന്റെ സഹോദരന്മാർക്ക് നീ പറഞ്ഞു കൊടുക്കരുത്. ഫയകീദു ലക കൈദ, അവർ നിന്നോട് എന്താണ് കുതന്ത്രം പ്രയോഗിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. സ്വന്തം സഹോദരന്മാരാണ് അല്ലേ? ഇത് എല്ലാവരുടെ കാര്യത്തിലും ബാധകമാണ്. നമ്മൾ ഒരു മനുഷ്യന്റെ സ്വഭാവത്തിൽ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് രഹസ്യം സൂക്ഷിക്കാൻ കഴിയുക എന്നുള്ളതാണ്. പറയേണ്ട അളവിൽ മാത്രം പറയാൻ സാധിക്കുക എന്നുള്ളതാണ് സ്വഭാവത്തിന്റെ ഏറ്റവും വലിയ രഹസ്യം എന്ന് പറയുന്നത്. അപ്പൊ ഇന്ന് ആധുനിക കാലത്ത് പ്രത്യേകിച്ച് ഈ മൊബൈലും വാട്സപ്പും ഒക്കെ ഉള്ള ഈ ഒരു സമയത്ത് നമ്മളെല്ലാം ആൾക്കാരെ കാണിക്കുക, തുറന്ന് കാണിക്കുക എന്ന് പറയുന്നത് അത് വീട്ടിലെ പ്രശ്നം ഉണ്ടാക്കും, മറ്റുള്ളവരുടെ അസൂയ വിളിച്ചു വരുത്തും, അവർക്ക് എങ്ങനെ എന്തെല്ലാം പണിയെടുക്കണം എന്നുള്ളത് ഒക്കെ നമ്മൾ തന്നെ കാണിച്ചു കൊടുക്കാൻ ചെയ്യുന്നത്. മാത്രമല്ല നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഇന്നൽ ഐന ഹഖ്, കണ്ണേറ് സത്യമാണ്, അത് യാഥാർത്ഥ്യമാണ്. അപ്പൊ നമ്മൾ ഇതിങ്ങനെ സ്റ്റാറ്റസ് ഇടുന്ന സമയത്ത്, നമ്മളിങ്ങനെ ഷെയർ ചെയ്യുന്ന സമയത്ത് ഇതെല്ലാം കണ്ണേറിന് കാരണമായി തീരും, അസൂയകൾക്ക് കാരണമാകും. ഇങ്ങനെ എല്ലാ കാരണങ്ങളും ഉണ്ടാക്കി തീർക്കുന്നതാണ്. ഇവിടെ നമ്മൾ പാലിക്കേണ്ട ഈ തത്വം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇസ്തഈനു അലാ ഖദാഇ ഹവായിജികും ബിൽ കദ്മാൻ, നിങ്ങളുടെ ആവശ്യങ്ങൾ അതുപോലെ തന്നെ നിങ്ങളുടെ നിഅമത്തുകൾ നിങ്ങൾ സംരക്ഷിക്കാൻ എന്താണ് ചെയ്യേണ്ടത്? മൂടി വെക്കാണ് ചെയ്യേണ്ടത്, മറച്ചു വെക്കുക. അത് നമ്മളുടെ രഹസ്യമായിട്ട് മറച്ചു വെക്കാണ് വേണ്ടത്. ഫഇന്ന ലികുല്ലി നിഅമത്തിൻ ഹാസിദ, കാരണം എല്ലാ അനുഗ്രഹങ്ങൾക്കും അസൂയാലുണ്ട് എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസാണ്, സ്വഹീഹായ ഹദീസാണത്. അപ്പൊ മൂടി വെക്കുക, എല്ലാം പറയാനുള്ളതല്ല അല്ലേ? പ്രത്യേകിച്ച് നമുക്ക് ഭാര്യയും നമ്മളും തമ്മിലുള്ള വലിയ കാര്യങ്ങൾ, വലിയ അത്ഭുതങ്ങൾ ഉണ്ടാകും. നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ടാകാം. ഇതൊന്നും നമ്മൾ എല്ലാം വെളിവാക്കേണ്ട കാര്യമല്ല അല്ലേ? അപ്പോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇലാജുകൾ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ഇങ്ങനെ കുടുംബപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും നമുക്ക് വ്യക്തമായിട്ടുള്ള അവബോധം ആവശ്യമാണ്. ഒരു വിവാഹം കഴിക്കുന്നതിന് മുമ്പ് തന്നെ എങ്ങനെയായിരിക്കണം കുടുംബബന്ധം എന്നുള്ളതും വിവാഹ ജീവിതം എന്നുള്ളതും എല്ലാം നമ്മൾ പഠിക്കൽ വാജിബായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നേരത്തെ തന്നെ എല്ലാം ശ്രദ്ധിക്കുകയും അതിനുള്ള കാരണങ്ങളിൽ നിന്നും സാഹചര്യങ്ങളിൽ നിന്നും മാറി നിൽക്കുക എന്നുള്ളതും ഒക്കെ നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ആവശ്യമുള്ള കാര്യമാണ്. അല്ലെങ്കിൽ നമ്മൾ തന്നെയാണ് അനുഭവിക്കേണ്ടി വരിക. അള്ളാഹു സുബ്ഹാനഹു തആല നമ്മുടെ ഏറ്റവും നല്ല അഖ്ലാഖുകളിലേക്ക് അള്ളാഹു നമുക്ക് ഹിദായത്ത് നൽകുമാറാകട്ടെ. അതെ പലതും നമ്മൾ കണ്ണടക്കേണ്ടതുണ്ട് അല്ലേ? ഇപ്പോ അയിമത്തുകൾ പറഞ്ഞതാണെന്ത്? ഇന്ന 19 ഖുലുഖ് അത്തഗാഫുൽ, 10ൽ 9 മുഴുവൻ അഖ്ലാഖുകൾ സൽസ്വഭാവങ്ങൾ 10ആയിട്ട് നമ്മൾ കാണുന്നുണ്ടെങ്കിൽ അതിന്റെ 9 ഭാഗം നമ്മൾ നെവർ മൈൻഡ് ആക്കാണ് വേണ്ടത്. പലതും അഥവാ നമ്മൾ പ്രശ്നങ്ങളെ നെവർ മൈൻഡ് ആക്കല്ല വേണ്ടത്, മറിച്ച് പ്രത്യേകിച്ച് അവരുടെ ഭാര്യയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പരാതികളാകട്ടെ, ഇതെല്ലാം നമ്മൾ കണ്ണടച്ച് നമ്മൾ അതിനെ വളരെ നൈസായിട്ട് ഇതിനെ ഡീൽ ചെയ്യാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ നബിയിന മുഹമ്മദ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.